ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ എക്സാം ഒക്കെ ആയിട്ട് ഒരു ബിസി സ്കെഡ്യൂൾ ആയതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് വ്ളോഗൊന്നും ഇടാതിരുന്നത്. സോ ഫാത്തിമയുടെ ആനുവൽ ഡേ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ. സോ ഞാനും അർജുനും കൂടെയാണ് പോകുന്നത്. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോകുന്നതെന്നാണ്, കാരണം അവന് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ പോകാൻ ഇറങ്ങിയ സമയത്താണ് അവനും വരുന്നുണ്ടെന്ന് പറഞ്ഞത്. ആൻഡ് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്നിട്ട് ഏതെങ്കിലും ഓട്ടോയോ ബസ്സോ ഒക്കെ വരികയാണെങ്കിൽ കയറിപ്പോകുന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടിയാണ് ഞങ്ങൾ ചിറക്കപ്പടിയിൽ വന്ന് നിന്നത്. ഹോപ്പ്ഫുള്ളി കരുണാനിധിയായ ഒരു യുവാവ് ഞാൻ കൈ കാണിച്ചപ്പോൾ വണ്ടി നിർത്തി. അങ്ങനെ അതിൽ കയറി ഞങ്ങൾ പിറവത്തെത്തി. യൂഷ്വലി മൂവാറ്റുപുഴയ്ക്ക് എപ്പോഴും ബസ്സുള്ളതാണ്. സോ ഒരു മൂവാറ്റുപുഴ ബസ്സിൽ കയറുകയാണെങ്കിൽ നമുക്ക് ഫാത്തിമേൻ്റെ അടുത്ത് ഇറങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിലെത്തി. ആദ്യം കണ്ട ബസ്സിൽ കുറച്ച് നേരം ഇപ്പോൾ മനസ്സിലായി ഇത് ഇന്നെങ്ങാനും എടുക്കാനുള്ളൊരു പുറപ്പാടിലല്ല എന്ന്. അതുകൊണ്ട് ഞങ്ങൾ അതിന് മുമ്പ് പുറപ്പെടുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയൊരു ബസ്സിൽ കയറി. ആൻഡ് ലേറ്റർ ഓൺ ഞങ്ങൾ അനലൈസ് ചെയ്തപ്പോഴും അവർ തീരുമാനം വാസ് ആക്ച്വലി റൈറ്റ്. അപ്പോൾ അങ്ങനെ ആ ബസ്സിൽ കയറി ഞങ്ങൾ ഫാത്തിമയുടെ അടുത്ത്, അതായത് പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിൽ ചെന്നിറങ്ങി. ഇനി കുറച്ചങ്ങ് നടന്നാൽ മതി നമുക്ക് ഫാത്തിമ എത്താനായിട്ട്. ഫാത്തിമയുടെ 26th ആനുവൽ ഡേയിൽ ഗസ്റ്റായിട്ട് വരുന്നത് ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കലാണ്. ലൈക്ക് ഞങ്ങൾ ചെന്ന ടൈമിൽ ഫാദറിൻ്റെ സ്പീച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാവുന്ന പോലെ ഫാദർ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ രസകരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരാളാണ്. ആൻഡ് അത് കേട്ടുകൊണ്ടിരിക്കാനും നല്ല രസമാണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ സ്വന്തം ബിയോൺ. ലൈക്ക് ഇവനിങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇവൻ വോളണ്ടിയർ ആണ്. ഇവൻ മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ലൈക്ക് ദ കറൻറ്റ് +1 ബാച്ചിലുള്ള ലൈക്ക് പ്രോഗ്രാംസ് ഒന്നും ഇല്ലാത്ത ആളുകളൊക്കെ വോളണ്ടിയേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ എല്ലുമുറിയെ അവർ പണിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ആനുവൽ ഡേ വാസ് ലൈക്ക് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയത്. സോൺലി ബിക്കോസ് ഓഫ് ദെയർ എഫോർട്ട്. സോ ഞാൻ വിചാരിക്കുന്നു, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നതിനേക്കാൾ നല്ലത് അവരെല്ലാവരും ഒരുമിച്ചുള്ളൊരു പിക്ക് കാണിക്കുന്നതാണ്. ആൻഡ് ഈ ഫൈമസ് സംവൺ ഐ എം റിയലി സോറി. ആൻഡ് ഒരു കാര്യം കൂടി, അവരുടെ ഹാർഡ് വർക്ക് വാസ് കംപ്ലീറ്റ്ലി, എന്താ പറയുക, വാക്കുകളില്ല എനിക്ക് പറയാനായിട്ട്. ഹാറ്റ്സ് ഓഫ് ടു ഗൈസ്. പിന്നെ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴാണ് ഞാൻ അൽനേനെ കണ്ടത്. സോ മെയിനായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രസംഗമൊക്കെയാണ്. ആ സമയത്ത് എനിക്ക് നല്ല തൊണ്ടവേദന ആയിരുന്നതുകൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ സാധിക്കാത്തത് കൊണ്ടും ഞാനൊരു ഫ്രഷ് ലൈം സോഡയിൽ ഒതുക്കി. അതിനുശേഷം ഈ വർഷത്തെ ആനുവൽ റിപ്പോർട്ട് പറഞ്ഞ സമയത്ത് ഞങ്ങളുടെ ബാച്ചിൻ്റെ ഫോട്ടോ കാണിച്ചു. ആൻഡ് ഐ ഫെൽറ്റ് റിയലി ഹാപ്പി. ആൻഡ് അതിനുശേഷം അവിടുന്ന് തന്നൊരു വട കഴിച്ചു. ഇറ്റ് വാസ് റിയലി നൈസ്. സോ ഇത് അവരുടെ വെൽക്കം ഡാൻസ് ആയിരുന്നു. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. അതിനുശേഷം അവർ തന്നതാണെങ്കിലും സെയിം കൈൻഡ് ഓഫ് ജ്യൂസ് തന്നെയായിരുന്നു. സ്റ്റേജിൽ വൺ ആഫ്റ്റർ ദി അതർ ഡാൻസുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് എവറി ഡാൻസസ് വർ റിയലി ബ്യൂട്ടിഫുൾ. ആനുവൽ ഡേ ഹോസ്റ്റ് ചെയ്തത് ഡെല്ലയും അതുപോലെ ഹാലിനുമായിരുന്നു. ആൻഡ് പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഭംഗിയായിട്ട് അവരത് ചെയ്തു.
നേരം ഞാൻ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. Me at the don't you want me like I want you, baby? Don't you need me like I need you, mom? Baby, ആറ് മണിക്കുള്ളിൽ തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ടൈം ഏകദേശം 7 മണിയൊക്കെ ആയി. സോ ഐ തോട്ട് ഓഫ് ഗോയിങ് ബാക്ക് ഹോം. ലൈക്ക് ഇഫ് യു ആസ്ക് മീ ആനുവൽ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ എനിക്ക് കഴിഞ്ഞ വർഷത്തെയാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത്. ഇനിയിപ്പോൾ ഞങ്ങളുടെ റൂട്ടിലേക്ക് ബസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കിടന്ന ഒരു ഓട്ടോയിൽ കയറി ഞങ്ങൾ വീട്ടിലെത്തി. സോ ഗൈസ്, നമ്മുടെ ഈ ഒരു ആനുവൽ ഡേ ചെറിയൊരു കുട്ടി വ്ളോഗ് അവിടെ എൻഡ് ആണ്. മറ്റൊരു പുതുപുത്തൻ വ്ളോഗിൽ നമ്മൾ ഉടനെ കണ്ടുമുട്ടുന്നതായിരിക്കും. Until we all meet in the next video, this is me Ashwin Saiju signing off. Don't forget to like, share and subscribe to my YouTube channel and bell icon enable ചെയ്യാനും മറക്കരുത്. Bye.